മോഡലിന്റെ മറവിലെ സെക്സ് റാക്കറ്റിലേക്ക് കണ്ണികളെ ചേർക്കുന്ന അധമ ബിസിനസിന്റെ വാർത്തയാണ്. ആ വാർത്തയിൽ ഒരുപാട് വിവരങ്ങൾ വരുന്നു. പെണ്ണുടലുകളെ സോഷ്യൽ മീഡിയ ചാറ്റിൽ ഫോട്ടോ അടക്കം നൽകി വിലപേശുന്ന ഇത്തരം സംഘത്തിലെ പ്രധാനികളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന മണിക്കൂറാണ്. നമ്മൾ ആദ്യം പോകുന്ന ആ വാർത്തയിലേക്ക് തന്നെയാണ്. 24 സൂപ്പർ എക്സ്ക്ലൂസീവ്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തേക്ക് കടത്തി ലൈംഗിക ചൂഷണം നടത്തിയ കേസിൽ മുഖ്യപ്രതി സിന്ധുവിന്റെ വാട്സാപ്പ് സ്ക്രീൻഷോട്ട് 24ന് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു കൊടുത്ത് ശരീരത്തിന് വിലയിടുന്നതിന്റെ തെളിവാണ് 24 പുറത്തുവിട്ടത്. സമൂഹ മാധ്യമത്തിലൂടെ ചിലർ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പരാതിക്കാരിമെന്ന് 24 പറഞ്ഞു. ആദ്യം ആ പ്രതികരണം. ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അറസ്റ്റിലായവരുമായി ബന്ധമുള്ള ആളുകൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി നടത്തുന്നുണ്ട്. അതെനിക്ക് വളരെയധികം വിഷമവും ഉണ്ട്, ആശങ്കയുണ്ട്. കാര്യം നമ്മൾ അത്രയും അനുഭവിച്ചിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാര്യം എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. എന്നിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ ഒരുപാട് വിഷമമുണ്ട്. അവരുടെ വീട്ടിലെ ആൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ചെയ്യില്ലല്ലോ. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് പരാതിക്കാരി പറയുമ്പോഴും ഇപ്പോഴും ഭീഷണി ഉണ്ടെങ്കിൽ ആ സംഘം ചെറുതല്ല, ആ കണ്ണി വളരെ വലുതാണ്. അതിന് ഒരുപാട് ലിങ്കുകളുണ്ട്. ആ ലിങ്കുകളിലേക്കെല്ലാം അന്വേഷണം പോകണം. സോഷ്യൽ മീഡിയ വഴി പരസ്യം നൽകി പ്രലോഭിപ്പിച്ച് മോഡലിന്റെ മറവിൽ വിദേശത്തേക്ക് എത്തിച്ച് അവിടെ ഫ്ളാറ്റ് എടുത്ത് അവിടെ നിന്ന് മയക്കുമരുന്ന് നൽകി നഗ്ന ദൃശ്യങ്ങളടക്കം എടുത്ത് അത് കുടുംബത്തിന് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗികവൃത്തിക്ക് നിർബന്ധിക്കുന്ന ഒരു അധമ സംഘത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഈ പറഞ്ഞ സിന്ധുവാണ്. ബാക്കി 2 പേർ ഏജന്റുകളാണ്. മൊത്തം 5 പ്രതികളാണെന്നാണ് കേസ് നിഗമനമുള്ളത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഏറ്റവും ഒടുക്കം പുറത്തു വരുന്നത് വാട്സാപ്പ് ചാറ്റുകളാണ്. ആ ചാറ്റിൽ വളരെ കൃത്യമായി തന്നെ ഇവിടെ നിന്ന് കെണിയൊരുക്കി കൊണ്ടുപോകുന്ന സ്ത്രീകളുടെ യുവതികളുടെ ദൃശ്യങ്ങൾ, ഫോട്ടോകൾ പകർത്തി വിലപേശുന്നതാണ്. ഈ കണ്ണി ചെറുതല്ല എന്ന് വ്യക്തം. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷിക്കേണ്ടത്? അന്വേഷണം ഏത് ഗതിയിലാണ്? അന്വേഷണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുകയാണ്. ഇന്നലെ ഈ കേസിലെ മാസ്റ്റർ ബ്രെയിൻ എന്ന് കരുതുന്ന സിന്ധുവിനെ മുംബൈയിൽ നിന്ന് പോലീസ് മരട് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരെ വിശദമായി ഇപ്പോൾ ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. വൈകിട്ട് അവരെ കോടതിയിൽ കൊടുക്കും. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാം എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സിന്ധുവിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള ചില സ്ക്രീൻഷോട്ടുകളുണ്ട്. ആ സ്ക്രീൻഷോട്ടുകളിൽ വ്യക്തമാണ് ഇവരെങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്, ഇവരുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാകും. ചിത്രങ്ങൾ അയച്ചു നൽകുക, ഡീൽ ഉറപ്പിക്കുന്നതെല്ലാം വാട്സാപ്പും ടെലിഗ്രാമും ഒക്കെ വഴിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഉപഭോക്താക്കൾ, കസ്റ്റമേഴ്സും ഇവർക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു കച്ചവടം തന്നെ ഇവർ നടത്തിയിരുന്നു ഈ സ്ത്രീകളെ ഉപയോഗിച്ച് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. പലരും ഇത് പുറത്തു പറയാൻ മടിക്കുന്നത് അവരുടെ ജീവന് തന്നെ ഭീഷണിയുള്ളത് കൊണ്ടും അതോടൊപ്പം ഈ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഇനി സിന്ധുവിനെ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണം വഴി ഇതിനെ കൺട്രോൾ ചെയ്തിരുന്ന മറ്റൊരു സംഘമുണ്ടോ എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്തരം അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ഒപ്പം ഇന്നലെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ് സിനിമ സീരിയൽ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ടെന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സിന്ധുവിന്റെ മകളുടെ ഒരു ഉടമസ്ഥതയിൽ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി, അതൊരു കടലാസ് കമ്പനിയാണ്. എന്നിരുന്നാൽ പോലും അത്തരത്തിലൊരു കമ്പനിയുണ്ട്. ആ കമ്പനി കേന്ദ്രീകരിച്ച് ചില സെലിബ്രിറ്റികൾ അസോസിയേറ്റ് ചെയ്തിരുന്നു. അവരുടെ പോസ്റ്ററുകളടക്കം സെലിബ്രിറ്റികളുടെ പടമുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പോലീസ് അത്തരം മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നത്. നിലവിൽ പിടിയിലായിട്ടുള്ളത് 3 പേരാണ്. കേസിലാകെയുള്ളത് 5 പ്രതികളാണ്. 5 പേരും സ്ത്രീകളാണ്. അതിൽ 2 പേർ വിദേശത്താണുള്ളത്. ഇതിന്റെ ക്രൈം സീൻ മുഴുവൻ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കേരള പോലീസിന് എത്രത്തോളം അന്വേഷിച്ചെത്താനാകും എന്നുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ നമ്മൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒരു കണ്ടിന്യൂസ് ക്രൈമാണ്. അതായത് അവിടെയും ഇവിടെയും ഒക്കെയായി നടന്നിട്ടുള്ള ക്രൈമാണ്. അതുകൊണ്ട് അങ്ങനെ അന്വേഷിക്കുന്നത് വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ വിദേശത്തുള്ള പ്രതികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. മുൻപും കേരള പോലീസിന് ചരിത്രമുണ്ട്. വിദേശത്തുള്ള പ്രതികളെ ഇവിടെ എത്തിച്ച് അറസ്റ്റ് ചെയ്യുന്ന ചരിത്രം കേരള പോലീസിനുണ്ട്. അതുകൊണ്ട് അതൊക്കെ സാധ്യമാണ്. പക്ഷേ ഈ സിന്ധുവിനെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലാണ് ഇതിലേറെ നിർണായകമാകാൻ പോകുന്നത്. അവർ നൽകുന്ന മൊഴി അതിന്റെ തുടരന്വേഷണത്തിലേക്ക് ലീഡായി മാറുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വൈകിട്ടോടുകൂടി സിന്ധുവിനെ കോടതിയിൽ നൽകും. അതിനുശേഷം റിമാൻഡ് ചെയ്ത ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. സിന്ധുവിനെയും അലീനെയും പിടിയിലായ മഞ്ജുമയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത വഴി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.